ജൂൺ 24 നിയമസഭയിൽ ഒരു പ്രമേയം ഏകകണ്ഠമായി പാസാക്കുന്നു. കേരളം എന്ന സംസ്ഥാനത്തിന്റെ പേര് ഇനി മുതൽ ഔദ്യോഗിക രേഖകളിൽ കേരളമാക്കണമെന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചതോടെ കേരള പേരുമാറ്റ ബില്ല് 2026 ഇനി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കയക്കും. നിയമസഭയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം ഭരണഘടനയുടെ 1-ാം പട്ടിക ഭേദഗതി ചെയ്യുന്നതിനായി പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും. പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഇതിൽ മാറാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് ഒന്നറിഞ്ഞാലോ? ആദ്യം നമുക്ക് ഔദ്യോഗിക രേഖകളിലെ മാറ്റം നോക്കാം. ആധാർ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ ഔദ്യോഗിക രേഖകളിൽ നിലവിൽ കേരള എന്നാണ് ഉള്ളത്. ഭാവിയിൽ ഇവ പുതുക്കുമ്പോൾ പുതിയ പേര് ഉൾപ്പെടുത്തേണ്ടി വരുന്നത് ചെറിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകാം. അടുത്തതായി അപേക്ഷാ ഫോമുകൾ. സർക്കാർ ആവശ്യങ്ങൾക്കായി പൂരിപ്പിക്കുന്ന അപേക്ഷകളിൽ ഇംഗ്ലീഷിലും കേരളം എന്ന് തന്നെ രേഖപ്പെടുത്തേണ്ടി വരും. ഇത് ശീലമാക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം. വിദ്യാഭ്യാസ രേഖകൾ, സർട്ടിഫിക്കറ്റുകളിലും മറ്റും പഴയ പേരും പുതിയ പേരും വരുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് പോകുന്നവർക്ക് ചിലപ്പോൾ വിശദീകരണങ്ങൾ നൽകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. ഗസറ്റ് വിജ്ഞാപനം ഇതിന് ഒരു പരിഹാരമാകാറുണ്ട്. ഇനി സാമ്പത്തിക ബാധ്യത. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ബോർഡുകളും മുദ്രകളും ലെറ്റർ ഹെഡുകളും മാറ്റുന്നതിന് വലിയൊരു തുക ആവശ്യമായി വരും. ഇത് പരോക്ഷമായി പൊതുജനങ്ങളുടെ നികുതി പണത്തെ ബാധിക്കും. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഇത് വെറും അക്ഷരമാറ്റമാണോ, അല്ലെങ്കിൽ ഭാഷയും സംസ്കാരവും തിരിച്ചുപിടിക്കുന്ന ഒരു തിരിച്ചറിയലാണോ? കേരള എന്ന ലോകം വിളിക്കുന്ന പേര്, കേരളം നമ്മൾ ഹൃദയത്തിൽ വിളിക്കുന്ന പേര്. അവസാനം ഒരു ചോദ്യം നിങ്ങളോട്: നിങ്ങൾക്ക് ഏത് പേരാണ് ഇഷ്ടം, കേരള അല്ലെങ്കിൽ കേരളം? കമന്റ് ചെയ്യൂ. ഈ മാറ്റം ചരിത്രപരമാണോ അല്ലെങ്കിൽ അനാവശ്യമായാണോ?